നാമനിമിത്തം അവൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഞങ്ങൾ ഒരുമിച്ച് ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. തമ്പുരാൻ സഹായിക്കട്ടെ. സ്തോത്രം. ഏറ്റവും വേഗത്തിൽ നിങ്ങളോട് പറയാൻ കർത്താവിന്റെ നിയോഗത്തിൽ ഒരു ദൂത് തന്നിട്ടുണ്ട്. യെശയ്യാ പ്രവചനത്തിലേക്ക് ഒന്ന് വരാം. അറിയാവുന്ന ഒരു പ്രസംഗം പ്രസംഗിക്കുകയല്ല, മറിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്നവരുള്ള ഒരു പ്രവചനം, ഒരു ദൈവത്തിന്റെ അരുളപ്പാട്, ഒരു ദൈവശബ്ദം. അതാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാനൊക്കെ പോകുന്നത്. 43-ാം അധ്യായം യെശയ്യാ പ്രവചനം, 42-ാം അധ്യായം യെശയ്യാ പ്രവചനം 42-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. നമുക്ക് ഒത്തിരി കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. യെശയ്യാ പ്രവചനം 42-ന്റെ 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ചതഞ്ഞ ഓട അവിടുന്ന് ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പാട്ടുകളും ഒത്തിരി പ്രസംഗവും ഒക്കെ അതിനകത്ത് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി എൻ്റെ സഹോദരങ്ങളോട് സംസാരിക്കാൻ ഒരു ദൂത് പരിശുദ്ധാത്മാവ് അതിനകത്തൂടെ തന്നിട്ടുണ്ട്. അത് പറയാനാണ് ഇവിടുത്തെ ഈ രാത്രിയിൽ ഞാനിവിടെ എഴുന്നേൽക്കുന്നത്. അത് കേൾക്കാനാണ് ദൈവം നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ചതഞ്ഞ ഓട, എൻ്റെ ബൈബിളില് അല്പം വ്യത്യാസമുണ്ട്. ചതഞ്ഞ ഞാങ്ങണ അവിടുന്ന് ഒടിച്ചു കളയത്തില്ലെന്നാ പറയുന്നത്. ചതഞ്ഞ ഞാങ്ങണ. അടുത്തത് വായിക്കുന്നു: പുകയുന്ന തിരിയെ അവിടുന്ന് കെടുത്തി കളയത്തില്ല. നേരം ഈ ഞാങ്ങണ, ചതഞ്ഞ ഞാങ്ങണ എന്ന് പറയുമ്പോൾ ഈ ചതുപ്പ് നിലത്ത് വളരുന്ന ഒരു ചെടിയാണ് ഈ ഞാങ്ങണ. വളരെ മൃദുലമായ ഒരു തണ്ടാണ്, അല്ലെങ്കിൽ ഒരു തണ്ടാണ് അതിനുള്ളത്. എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു പ്രസ് ആയാൽ മതി, ഒന്ന് തൊട്ടാൽ മതി, അത് പെട്ടെന്ന് അത് ചതഞ്ഞു പോകും. ഒരിക്കൽ അത് ചതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഞാങ്ങണയുടെ ആ തണ്ട് കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. പിന്നെ ആ തണ്ടിനെ ഒടിച്ചു കളയുക മാത്രമേ നിവർത്തിയുള്ളൂ. പിന്നെ അത് റിപ്പയർ ചെയ്യാനൊക്കത്തില്ല. നമുക്കറിയാം ഈ കാലത്തിന്റെ പ്രത്യേകത റിപ്പയർ ചെയ്യുന്ന ലോകമല്ല, റീപ്ലേസ് ചെയ്യുന്ന ലോകമാണ്. കാരണം എന്താ, എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്, അതൊരു പ്രത്യേകിച്ച് ഇലക്ട്രിക്കോ ഇലക്ട്രോണിക്സോ ഒക്കെ ഐറ്റം ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അതിനെ മാറ്റും, അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യത്തില്ല. അത് ഏത് മേഖലയിലും അങ്ങനെയാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ ഈ ചതഞ്ഞ ഞാങ്ങണ ഒരിക്കലും അതിനെ റിപ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ചതഞ്ഞു പോയാൽ തീർന്നു അതിന്റെ കഥ. പിന്നെ അതിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ബാക്കി ഭാഗം ചെയ്യുക, മുറിച്ച് കളയുക, മുറിച്ച് കളഞ്ഞതിന് ശേഷമുള്ള ഭാഗം ഉപയോഗിക്കുക, അത്രേ ഒക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയുക, എല്ലാവരും ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയും, പക്ഷെ ഞാൻ അതിനെ ഒടിച്ചു കളയത്തില്ല. ഞാൻ അതിനെ ഒടിച്ചു കളയത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ആത്മനിയോഗത്തോടെ പറയുക, സ്തോത്രം. എല്ലാവരും ചെയ്യുന്നത് പോലെ കർത്താവ് ചെയ്യത്തില്ല. ജീവിതത്തിൽ പലപ്പോഴും ഞാനും നമ്മളൊക്കെ ചതഞ്ഞു പോയിട്ടുണ്ട്. പല മേഖലകളിൽ ചതഞ്ഞു പോയിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ ചതഞ്ഞു പോയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പോലും വിചാരിച്ചിട്ടില്ല, അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ ഒടിഞ്ഞു പോകും, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഹല്ലേലൂയ. ഇല്ല, ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ പരിശുദ്ധാത്മാവിൽ ഞാൻ കർത്താവിന്റെ ദൂത് കൈമാറുക. ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട നമ്മൾ ഉപയോഗിക്കപ്പെടേണ്ട ഒരു പാത്രം ഉടഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ഉപയോഗിക്കുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ എത്ര ഉടഞ്ഞെന്ന് പറഞ്ഞാലും ദൈവം അതിനെ പുതുക്കി പണിയും. ഹല്ലേലൂയ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പല മേഖലകളിൽ ഉടഞ്ഞു കാണും. കഴിഞ്ഞ ദിവസം എൻ്റെ കൊരിന്ത്യ ലേഖനത്തിലെ വായനയിൽ എന്നോട് പരിശുദ്ധാത്മാവ് എൻ്റെ ആ വായനയിൽ ഞാനൊരു പദം എൻ്റെ സഹോദരങ്ങൾക്ക് പരിചയപ്പെടുത്താം. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 2 കൊരിന്ത്യ ലേഖനം, ശാന്തമായിട്ട് നമുക്കൊരുമിച്ച് ആ തിരുവെഴുത്തുകളൊന്ന് ധ്യാനിക്കാം. ദൈവം നമ്മളോട് നിശ്ചയമായിട്ട് സംസാരിക്കും. ഒരാളോട് പോലും ദൈവം ഇടപെടാതിരിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 4-9 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അതിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ അവിടെ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ ഇങ്ങനെ വായിക്കുവാൻ കഴിയും: ദോ വി ഹാർഡ് പ്രസ് ഫ്രം എവരി സൈഡ്, നോട്ട് യെറ്റ് ക്രഷ്ഡ്. ഒന്നും കൂടെ പറയാം: ഞങ്ങൾ ഹാർഡ് പ്രസ് ഫ്രം എവരി സൈഡ്, എല്ലാ സൈഡിൽ നിന്നും ഹാർഡായിട്ട് കഠിനമായിട്ട് പ്രസ് ചെയ്യപ്പെടുവാണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? സ്തോത്രം. ക്രഷ് ചെയ്യുന്നില്ല. ക്രഷ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കറിയാം, നാട്ടിലൊക്കെ ക്രഷർ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ ഈ ക്രഷർ യൂണിറ്റിൽ നടക്കുന്നത്? എത്ര വലിയ കട്ടിയുള്ള പാറയാണെങ്കിലും ആ യൂണിറ്റിലോട്ടൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതിന് ആ മെഷീനിനകത്തോട്ട് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ
എത്ര കട്ടിയുള്ള പാറയാണെങ്കിലും മിനിറ്റുകൾ കൊണ്ടത് എന്ത് ചെയ്യും? പൊടിഞ്ഞു വരും. അതിന് രൂപം മാറും, ഭാവം മാറും. അതിന്റെ കട്ടിയും വലിപ്പവും എല്ലാം അവിടെ കൊണ്ട് തീരും. അതിന്റെ എല്ലാ രൂപത്തിനും വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? അതാ ഇവിടെ പറയുന്നത്, ഞങ്ങൾ എല്ലാ വശത്തു നിന്നും ഹാർഡായിട്ട് പ്രസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ പ്രസ് ചെയ്യപ്പെടുമ്പോൾ കണ്ണു നിൽക്കുന്നവർ എന്താ വിചാരിക്കുന്നതെന്ന് അറിയാവോ? ഇപ്പോൾ അത് പൊടിഞ്ഞു പോകും, ഇപ്പോൾ അത് ഒടിഞ്ഞു പോകും, ഇപ്പോൾ അതിന്റെ രൂപം മാറും, ഇനി അത് പണ്ടത്തെ പോലെ ഒക്കത്തില്ല എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുക, ഇല്ല, ഞങ്ങൾ പൊടിഞ്ഞു പോകത്തില്ല. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്ന യുവമക്കളെ, ജീവിതത്തിൽ പല മേഖലകളിലൂടെ ഞാനും നമ്മളും ഹാർഡ് പ്രസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. എനിക്കറിയാം, ചിലപ്പോൾ ശാരീരിക മേഖല, ചിലപ്പോൾ ഫിനാൻഷ്യലി, മെന്റലി, ഫാമിലി ലൈഫ്, എല്ലായിടത്തൂടെയും ഒരുപക്ഷെ ഹാർഡായിട്ട് പ്രസ് ചെയ്യപ്പെടുമ്പോൾ പിശാച് നോക്കിക്കൊണ്ടിരിക്കും, സമൂഹം നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പൊടിഞ്ഞു പോകും, ഇപ്പോൾ ഇല്ലാതായിത്തീരും, ഇനി ഒട്ടും കൊള്ളത്തില്ല എന്നൊക്കെ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുക, ഇല്ല, എത്രയൊക്കെ പ്രസ് ചെയ്താലും, എത്രയൊക്കെ നിന്നെ ഒടിക്കാൻ നോക്കിയാലും, എത്രയൊക്കെ നിന്നെ പൊടിക്കാൻ കൊണ്ട് നോക്കിയാലും, ഒരിക്കലും നിന്നെ പൊടിച്ചു കളയുവാൻ ആർക്കും പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് നിന്നിലുണ്ട്. നിന്റെ നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ഒരു വലിയ നിക്ഷേപമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, ചതഞ്ഞ ഓട അവിടുന്ന് ഒടിച്ചു കളയത്തില്ല. ഞാൻ ആ ഭാഗം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു ചതഞ്ഞ ഓട ഇതാണെന്നിരിക്കട്ടെ, അതിന്റെ ഈ ഭാഗം കൊണ്ടങ്ങ് ചതഞ്ഞെന്നിരിക്കട്ടെ, എന്തായിരിക്കും കർത്താവ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ അതിന്റെ താഴെ വെച്ച് ഒടിച്ചു കളയും. എന്നാൽ തമ്പുരാൻ എന്തായിരിക്കും ചെയ്തതെന്നറിയാമോ? ആ ചതഞ്ഞ ഭാഗത്ത് തമ്പുരാന്റെ ബലമുള്ള കൈ അങ്ങ് പിടിക്കും. ഹല്ലേലൂയ! ദൈവത്തിന്റെ കൈ ആ ബലമുള്ള ഭാഗത്ത് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടുത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ആ ചതഞ്ഞ ഭാഗമായിരിക്കും. കാരണം അവിടെ ബലമുള്ളവന്റെ കരം പിടിച്ചിരിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ അരുളപ്പാട് ഞാൻ ആത്മനിയോഗത്തോടെ കൈമാറുക. ചതഞ്ഞ മേഖലകളെ നോക്കി ഭാരപ്പെടേണ്ട, പരിഭവിക്കേണ്ട. ദൈവത്തിന്റെ കരം ആ മേഖലകളിൽ തൊടും. അത് എവിടെയാണെന്ന് പറഞ്ഞാലും, ഫിനാൻഷ്യലി ആണെങ്കിലും, മെന്റലി ആണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, കുറിച്ചിട്ടോ വിരലുകൾ എണ്ണപ്പെടുന്ന ദിവസങ്ങൾക്കുള്ളിൽ ആ മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തും. ദൈവ മഹത്വം ഇറങ്ങും. അവിടെ ഒടിച്ചു കളയുവാൻ ആർക്കും പറ്റത്തില്ല. അവിടെ ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം വെളിപ്പെടുത്തും. ഒരിക്കൽ കൂടെ പറയുന്നു, ചതഞ്ഞ ഓട അവിടുന്ന് ഒടിച്ചു കളയത്തില്ല. ജീവിതത്തിൽ ചതഞ്ഞു പോയ ഒത്തിരി പേരെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനെ കൊണ്ട് കഴിയും. ഒത്തിരി പേരെ. സാറ എന്ന് പറയുന്ന മാതാവിനെ പഴയ നിയമത്തിൽ കാണുവാനെ കൊണ്ട് കഴിയും. ഒരിക്കൽ അബ്രഹാമിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ദൂതന്മാർ വന്നപ്പോൾ അബ്രഹാമിന്റെ അടുത്ത് ചോദിച്ചു, എന്തേ നിന്റെ ഭാര്യ? അബ്രഹാം പറഞ്ഞു, അവൾ കൂടാരത്തിനകത്താ. ഒരിക്കലും ഒരു ദേവദാസൻ പ്രസംഗിച്ചപ്പോഴാണ് അതിന്റെ ആ വ്യാപ്തി എനിക്ക് മനസ്സിലായത്. ഇന്നത്തെ കാലം പോലെയല്ല അന്ന് ഒരു സ്ത്രീക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ മക്കളില്ല എങ്കിൽ അവൾ ഒരു കൂടാരത്തിനകത്ത് ഒളിച്ചു പാർക്കണം. എപ്പോൾ വരെ? അവളുടെ അന്ത്യം വരെ. ആ കൂടാരത്തിന് പുറത്തിറങ്ങാൻ അവളെ സമൂഹം അനുവദിക്കത്തില്ല. അവൾ ഒരു കൂടാരം കൊണ്ട്, ഒരു വീട് കൊണ്ട്, ഒരു മുറി കൊണ്ട് അവസാനിക്കാൻ വിധിക്കപ്പെട്ടവളാണ് സാറ. എന്നാൽ ചതഞ്ഞുപോയി അവളുടെ ലൈഫിൽ. ഹല്ലേലൂയ! പുറത്തിറങ്ങാനോ മറ്റുള്ളവരുടെ മുമ്പിൽ അവൾക്ക് ഇടപെടാനോ ഒന്നും പറ്റത്തില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു മുറിയുണ്ട്, ഒരു കൂടാരം കൊണ്ട്, ഒരു വീട് കൊണ്ട് ഒതുങ്ങിപ്പോകേണ്ട, അവസാനിക്കേണ്ട ആ സഹോദരിയെ തമ്പുരാൻ ആരാക്കി തീർത്തു? ചതഞ്ഞു പോകേണ്ട സ്ത്രീയല്ലേ? നഷ്ടപ്പെട്ടു പോകേണ്ടവളല്ലേ? ഹല്ലേലൂയ! ഇത് ഞാൻ സാറായുടെ കാര്യമല്ല പറയുന്നത്. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എൻ്റെ ദൈവമക്കളുടെ പലരുടെയും കാര്യമാണ് പറയുന്നത്. ഇല്ല, നീ ആ സ്ഥലം കൊണ്ട് മാത്രം ഒതുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ഒരു മുറിക്കകത്ത് മാത്രം നിന്നെ തളച്ചിടുവാൻ പിശാച് എത്ര പദ്ധതി ഒരുക്കിയാലും, ആ ഒരു ജോലി സ്ഥലത്ത് മാത്രം നിന്നെ ഒതുക്കി ഈ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് പിശാച് എത്ര പദ്ധതി ഇട്ടാലും, ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആത്മനിയോഗത്തോടെ കൽപ്പിക്കുക, നമ്മുടെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവം പുറത്ത് കൊണ്ടുവരും. കർത്താവ് പ്രവർത്തിച്ചാൽ ആർക്ക് തടുക്കാനെ കൊണ്ട് പറ്റും? യേശുവിന്റെ നാമത്തില് നിങ്ങൾ ആ വാക്ക് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ചതഞ്ഞുപോയി സാറായുടെ ലൈഫ്. പക്ഷേ
അവൾ അവിടെ കൊണ്ട് അവസാനിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. എൻ്റെ പ്രിയരെ, നമുക്കറിയാം ലോകത്തിൽ ഒരു ലീഡർ ആയിരിക്കാൻ വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്താ? ലീഡർ ആയിരിക്കാൻ സൗന്ദര്യം മാത്രം പോരാ, അതൊക്കെ രണ്ടാമത്തത് ഘടകം. വലിയ ആകാര വടുവ് മാത്രം പോരാ. ഒരു ലീഡർ ആയിരിക്കാൻ എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ ആ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മുടെ കൂടെയുള്ളവർക്ക് മനസ്സിലാവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു ലീഡർ ആയിരിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാമല്ലോ, കേരള പൊളിറ്റിക്സിൽ തന്നെ ഒരു വിധത്തിലും കാണാൻ കൊള്ളാത്ത ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ഭയങ്കര ലീഡർഷിപ്പിൽ എത്തുവാൻ ഇടയായി തീർന്നു. കാരണം എന്താ? അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കര. അവർക്ക് മറ്റുള്ളവരുടെ അവരുടെ വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കാനെ കൊണ്ട് പറ്റും. അവർ പറയുന്നത് കേട്ട് മറ്റുള്ളവർ ആയുധം എടുക്കാൻ നിൽക്കും. അപ്പോൾ അവർക്ക് ലീഡർഷിപ്പിലോട്ട് വരാനെ കൊണ്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഇന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലീഡർ ആയിരുന്നു മോശ എന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ. ഹല്ലേലൂയ. മോശ എന്ന് പറയുന്ന ആ മനുഷ്യന് എന്തായിരുന്നു സഹോദരങ്ങളെ ഒരു ലീഡർഷിപ്പിലോട്ട് വരാനുള്ള ക്വാളിറ്റി? ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു. മോശയെ തമ്പുരാൻ വിളിച്ചിട്ട് പറയുന്നു, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങളെ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശുശ്രൂഷയിലോട്ട് മുമ്പിലോട്ട് വരാനെ കൊണ്ട് പറഞ്ഞപ്പോൾ മോശ പറയുന്ന ഒഴിവുകഴിവുകൾ നമുക്കറിയാമല്ലോ. എക്സോഡസ് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്കതിനെക്കുറിച്ച് സവിസ്തരം മനസ്സിലാക്കുവാൻ കഴിയും. മോശ ദൈവത്തോട് പറയുക, തമ്പുരാനെ അങ്ങ് വേറെ ആരെയും വിളിച്ചോ, ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല എന്നൊക്കെ പറഞ്ഞ് മോശ ഒഴിവാക്കാനെ കൊണ്ട് ശ്രമിക്കുക. കാരണം മോശയുടെ നാവ് തടിച്ച നാവാണെന്നാ മോശ അവിടെ പറയുന്നത്. ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിപ്പാൻ ഇടയായി തീർന്നു, മോശയുടെ നാവ് തടിച്ചു പോകാൻ. അത് അങ്ങനെ ആവാം, അല്ലാതിരിക്കാം. എനിക്ക് കിട്ടിയ ഒരു അറിവ് ജസ്റ്റ് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. അത് ഷുവർ ആവണമെന്നില്ല. കാരണം ലോകത്തിലെ ഒരു കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു മൗലിക അവകാശം എന്താണെന്നറിയാവോ? ഒരു പിഞ്ചിന് കുഞ്ഞിനുള്ള ഏറ്റവും വലിയൊരു മൗലിക അവകാശം, അല്ലെങ്കിൽ ഒരു അവകാശം, കരയാനുള്ള അവകാശമാണ്. കരയാനുള്ള അവകാശം പോലും കിട്ടാതെ ജനിച്ച ഒരാളാണ് മോശ. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, മോശയൊന്ന് കരയുമ്പോൾ അവന്റെ പേരൻസ് വന്ന് പെട്ടെന്ന് അവന്റെ വായ ഇങ്ങനെ അടച്ചു വെക്കും. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ അവന്റെ വായ അടച്ചുടച്ച് അവന്റെ വാ തുറക്കാൻ പറ്റാതെയായി. അങ്ങനെയാണ് ആ മോശക്കുഞ്ഞിന്റെ നാക്ക് തടിച്ചു പോയെന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത്. എനിവേ, ആയിരിക്കാം, അല്ലാതിരിക്കാം, നമ്മുടെ വിഷയമല്ലത്. എനിവേ, മോശയുടെ നാവ് തടിച്ചതായിരുന്നു. തടിച്ച നാവുള്ളവനായിരുന്നു, വിക്കുള്ളവനായിരുന്നു. ഈ തടിച്ച നാവും വിക്കുള്ള മനുഷ്യന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ? ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ പ്രിയരെ, അവൻ എന്ത് കഷ്ടപ്പെടണമായിരുന്നു. ഹല്ലേലൂയ. അവൻ ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേന് കേൾക്കുന്നവരൊരു സ്ഥലം പറ്റും. അവനത് പറഞ്ഞ് ഫലിപ്പിക്കാനോ പൂർത്തീകരിക്കാനോ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ തമ്പുരാനോട് അവൻ വളരെ ജെനുവിനായിട്ട് പറയുക, അങ്ങ് എന്നെ അതിനു വേണ്ടി നോക്കണ്ട, വേറെ ആരെയും വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് മോശ അതിനകത്തുനിന്നും ഒഴിയുക. എൻ്റെ പ്രിയരെ, എന്നാൽ മോശയോട് തമ്പുരാൻ അവിടെ പറയുന്നൊരു വാക്ക് നമുക്കൊന്ന് എടുക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം. അത് എൻ്റെ സഹോദരങ്ങളോടുള്ള ദൈവത്തിന്റെ ഒരു പ്രത്യേക അരുളപ്പാടാണ്. ആമേൻ. ആ വചനത്തിലൂടെ ഇന്ന് രാത്രി എൻ്റെ സഹോദരങ്ങൾ ക്രിസ്തുവിൽ ബലപ്പെടണം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചോ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ല വിധം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. ആ വാക്ക് എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചോ. തമ്പുരാൻ പറയുക, മോശേ, നിന്റെ വീട്ടിൽ തന്നെ നല്ലതുപോലെ സംസാരിക്കാൻ അറിയാവുന്ന അഹരോനുണ്ട്. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് സംസാരിക്കാൻ കൊള്ളാത്ത നിന്നെയാ. നിന്റെ വീട്ടിൽ തന്നെ നല്ലതുപോലെ പാടാൻ കഴിവുള്ള മിരിയാമുണ്ടെന്നേ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് ആരെയാ? ചതഞ്ഞ ഓടയാ. ഞാൻ തിരഞ്ഞെടുത്തത് ആരെയാ? സംസാരിക്കാൻ കൊള്ളാത്ത നിന്നെയാ. ഞാനിത് മോശയുടെ കാര്യമല്ല ഞാനിത് പറയുന്നത്, നമ്മുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇത് വാക്ക് വായിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ വീട്ടില് എനിക്ക് 2 സഹോദരന്മാരാ. അവർ രണ്ടുപേരും എന്നേക്കാൾ മിടുക്കന്മാരാ, അനിയന്മാരാ. എനിക്ക് 2 അനിയന്മാരാ. കാഴ്ചയ്ക്കും നല്ലതുപോലെ സംസാരിക്കാൻ കഴിവുള്ളവരാ.
ഈ ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെയൊക്കെ ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ എൻ്റെ മമ്മിയുടെ അടുത്ത്, എൻ്റെ അമ്മയുടെ അടുത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയും, മൂത്ത ചേട്ടൻ ബോറാ. കാരണം എനിക്ക് ഒരാളെയും എന്റർടൈൻ ചെയ്യാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കും. വിശേഷം അതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് എൻ്റെ സംസാരം നിർത്തും. ഒരാളെ കൂടുതൽ അങ്ങ് രസിപ്പിക്കാനോ പറഞ്ഞ് അങ്ങനെയൊന്നും എന്നെ കൊണ്ടൊക്കത്തില്ല. പക്ഷെ എൻ്റെ അനിയന്മാരെ കൊണ്ടൊക്കും. എന്നെ കൊണ്ട് സംസാരിക്കാനോ ഒന്നും ഒക്കത്തില്ല. എന്നേക്കാൾ മിടുക്കരായിരുന്നു എൻ്റെ സഹോദരന്മാര്. പക്ഷേ ഈ പുസ്തകം കയ്യിൽ തന്നത് മിടുക്കനായ എൻ്റെ സഹോദരന്മാരുടെ കയ്യിലല്ല, മിടുക്കില്ലാത്ത എൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇത് പറയുന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല. എൻ്റെ കാര്യമോ മോശയുടെ കാര്യമോ മാത്രമല്ല, നമ്മുടെ കാര്യം ഒന്ന് എടുത്തു നോക്കിയേ. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങളെക്കാൾ യോഗ്യരല്ലാത്ത ആൾക്കാരില്ലാത്തത് കൊണ്ടാണോ? നമ്മളെക്കാൾ യോഗ്യരായുള്ള ആൾക്കാരുള്ളപ്പോൾ തന്നെ അവരെ മാറ്റി നിർത്തിയിട്ട് എന്തിനാ കർത്താവ് നമ്മളെ ആ പൊസിഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്? ഹല്ലേലൂയ. എന്താ നമുക്കുള്ള യോഗ്യത? മോശേ, നിന്റെ വീട്ടിൽ തന്നെ, അപ്പുറത്തെ വീട്ടിൽ പോകണ്ട, നിന്നേക്കാൾ സംസാരിക്കാൻ കഴിയുന്ന അഹരോനും നിന്നേക്കാൾ പാട്ടുപാടാൻ കഴിയുന്ന നിന്റെ സഹോദരി മിരിയാമും ഉള്ളപ്പോൾ എന്തിനാ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ? ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഇന്ന് രാത്രി കുറിച്ചിട്ടോ. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ. നമ്മൾ എവിടെങ്കിലും എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് തമ്പുരാന്റെ വിശ്വസ്തതയാ. അതിനകത്ത് എനിക്കും നമുക്കും ഞെളിയാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. ചതഞ്ഞു പോകേണ്ടതായിരുന്നു, ബബ്ബ അടിക്കേണ്ടതായിരുന്നു, ആർക്കും കൊള്ളാത്തവനായി തീരേണ്ടവനായിരുന്നു, ആരുടെയും മുമ്പിൽ നിലനിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവനായിരുന്നു. എന്നാലും ദൈവം നമ്മളെ എന്നെയൊക്കെ ഇങ്ങനെ ഒരു പദവിയിൽ, പൊസിഷനിൽ, ഇങ്ങനെ ഒരു മേഖലയിൽ എത്തിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രം. സ്തോത്രം. മോശയോട് കർത്താവ് പറയുക, മോശേ, എവിടാ നിന്റെ പ്രശ്നം? മോശ പറയുക, എന്റെ വായിലാ കർത്താവേ, എന്റെ നാവ് തടിച്ചതാ. തമ്പുരാൻ മോശയോട് പറയുക, ഞാൻ നിന്റെ കൈയോടുകൂടെ ഇരിക്കാന്നല്ല പറഞ്ഞത്, ഞാൻ നിന്റെ തലച്ചോറിനോട് കൂടെ ഇരിക്കാമെന്നും അല്ല പറഞ്ഞത്, ഞാൻ നിന്റെ വായോടുകൂടെ, ഞാൻ നിന്റെ നാവോടുകൂടെ. എവിടെയാണോ നീ തകർന്നു പോയത്, എവിടെയാണോ നീ ചതഞ്ഞു പോയത്, അവിടെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ മോശ 600,000 ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ടും മോശ വിക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഫറവോന്റെ മുമ്പിൽ നിന്നിട്ടും ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും നെവർ മോശ വിക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ മോശയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അവന്റെ വായ, അവന്റെ നാവ. കാരണം എന്താ? അതിനോടുകൂടെ കർത്താവ് ഇരിക്കുകയാണ്. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ആ ദൂത് ഞാൻ ദൈവാത്മാവിൽ കൈമാറുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് തെളിയിക്കും, നീ ചതഞ്ഞു പോയിട്ടില്ല. ഈ ദിവസങ്ങളിൽ കർത്താവ് തെളിയിക്കും, നിന്നെ ലോകത്തിൽ ആർക്കും ചതയ്ക്കാൻ പറ്റത്തില്ല, നിന്നെ ആർക്കും മാറ്റി നിർത്താൻ പറ്റത്തില്ല. നീ ചതഞ്ഞു പോയി, ഒടിച്ചു കളയുമെന്നും പറഞ്ഞ് കാത്തു നിൽക്കുന്നതിന്റെ നടുവിൽ, അത് നിന്റെ ജോലി സ്ഥലത്താണെങ്കിലും നിന്റെ സഹപ്രവർത്തകരുടെ ഇടയിലാണെങ്കിലും, ഹല്ലേലൂയ, കൂടെ പഠിക്കുന്നവരുടെ ഇടയിലാണെങ്കിലും കുടുംബക്കാരുടെ ഇടയിലാണെങ്കിലും, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഇത് പറയുവാൻ എനിക്ക് നിയോഗം തരിക. ഇല്ല, നീ ഒടിഞ്ഞു പോകത്തില്ലെന്ന് മാത്രമല്ല, നിന്നെ കൂടുതൽ കർത്താവ് ശക്തനാക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദൂത് കൈമാറുമ്പോൾ തന്നെ ചതഞ്ഞ മേഖലകളിലേക്ക് ദൈവത്തിന്റെ വചനം കടന്നു എന്ന് അതിന്റെ മേലൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ചതഞ്ഞ കുടുംബജീവിതങ്ങൾ, ചതഞ്ഞ സാമ്പത്തിക മേഖലകൾ, ചതഞ്ഞ മാനസിക തലങ്ങൾ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്മേലൊരു വലിയ റെസ്റ്റോറേഷൻ സംഭവിക്കട്ടെ. മഹത്വം എല്ലാം കർത്താവിന്. ഇന്ന് രാത്രി കർത്താവ് ഇത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചതഞ്ഞ ഓട അവിടുന്ന് ഒടിച്ചു കളയത്തില്ല. ഹല്ലേലൂയ. ഇനി ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ടെങ്കിലും ഞാൻ എന്റെ വാക്കുകൾ വേഗത്തിൽ നിർത്താം. പ്രിയരെ, അടുത്ത ആ പദം എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചോ? പുകയുന്ന തിരി, പറഞ്ഞാട്ടെ, അവിടുന്ന് കെടുത്തിക്കളയത്തില്ല. പുകയുന്ന തിരി കെടുത്തിക്കളയത്തില്ല. എന്റെ സഹോദരങ്ങൾ, എന്താ വാക്കിന്റെ അർത്ഥം? പുകയുന്ന തിരി. ഇന്നലെ ആ തിരി നല്ലതുപോലെ കത്തിയതാ. ഇന്നലെ ആ തിരി ഒത്തിരി പേർക്ക് പ്രകാശം കൊടുത്തതാ. ഇന്നലെ ആ തിരി കത്തി ജ്വലിച്ചതാ. ആ കത്തുന്ന ആ ജ്വലനത്തിന്റെ പ്രകാശത്തിൽ ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെട്ടതാ. പക്ഷേ ഇപ്പോഴെന്ത് ചെയ്യുക? അത് പുകയുക, കത്താനെ കൊണ്ട് പറ്റുന്നില്ല.
ഇന്നലെ കത്തിയതുപോലെ കത്താനോ പ്രകാശിക്കാനോ ജ്വലിക്കാനോ ഇന്ന് പറ്റുന്നില്ല. അതിനകത്തിരുന്ന് എന്ത് ചെയ്യുക? അങ്ങ് പുകയുക. ഈ പുകയുന്ന തിരിയുടെ പ്രത്യേകത എന്താ? പൂർണ്ണമായിട്ട് കെട്ടുപോയോ? അതില്ല. എവിടെയോ അല്പം തീ എന്ത് ചെയ്യുന്നുണ്ട്? ശേഷിക്കുന്നുണ്ട്. പക്ഷേ ജ്വലിക്കാനെ കൊണ്ട് പറ്റുന്നില്ല, പ്രകാശിക്കാനെ കൊണ്ട് പറ്റുന്നില്ല. ആ തീ എവിടെയോ ശേഷിക്കുന്നുണ്ട്. ആ തീ ശേഷിക്കുന്നത് കൊണ്ടാണല്ലോ അവിടെ ഇരുന്നങ്ങൊരു പുകയുന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തില് എൻ്റെ വീട്ടില് ഈ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലം മണ്ണെണ്ണ വിളക്കിന്റെ ഒക്കെ വെളിച്ചത്തിലാണല്ലോ നമ്മൾ പലരും ഒക്കെ പഠിച്ചത്. ഈ മണ്ണെണ്ണ വിളക്കിനകത്ത് ഇന്ധനം, മണ്ണെണ്ണ അല്പം ഒന്ന് കുറയുമ്പോൾ കരിന്തിരി എരിയും ഒരു ചൊല്ലുണ്ടല്ലോ. കരിന്തിരി എരിയുമ്പോൾ നമ്മുടെ വീട്ടിലെയൊക്കെ മാതാപിതാക്കള് വന്ന് പറയും, അതിനെ അങ്ങ് കെടുത്തി കളയാൻ പറയും. കാരണം കരിന്തിരി എരിയുന്നത് വീട്ടിൽ ശരിയല്ലെന്നാ പറയുന്നത്. എനിവേ, അങ്ങനെയൊക്കെ കണ്ടതും കേട്ടതുമോ നമ്മളൊക്കെ. ആ ഒരു ചരിത്രത്തിൽ നിന്ന് എടുത്തു നോക്കിയാട്ടെ, സ്തോത്രം. അവിടെ പറയുന്നു പുകയുക. ഇന്നലെ കത്തിയതാണ്, പ്രകാശിച്ചതാണ്. ആ പ്രകാശത്തിന്റെ പ്രകാശം ഒത്തിരി പേര് അനുഭവിച്ചതുവാ. പക്ഷേ ഇന്ന് ഇരുന്ന് കരിന്തിരി എരിയുക, പുകയുക. ആൾക്കാർ പറയത്തില്ല, ഓ ഇന്നലെ കത്തിയതല്ലേ, കുറച്ചു നേരം കൂടെ ഒന്ന് വെച്ചോണ്ടിരിക്കാന്നും പറയത്തില്ല. ആൾക്കാരെല്ലാം പറയും, കെടുത്തിക്കളയാൻ പറയും, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയും. പക്ഷെ തമ്പുരാൻ പറയുക, ഇല്ല, ഞാൻ നിന്നെ കെടുത്തത്തില്ല. ഇന്ന് കരന്തിരി എരിയുന്ന നിന്നെയല്ല ഞാൻ കാണുന്നത്. ഇന്ന് പുകയുന്ന നിന്നെയല്ല ഞാൻ കാണുന്നത്. ഇന്നലെ ഉപയോഗിക്കപ്പെട്ട നിന്നെയാണ് ഞാൻ കാണുന്നത്. ഇന്നലെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. ഇന്നലെ ഓടി നടന്ന് സുവിശേഷം പറഞ്ഞതാ. ഇന്നലെ ഒത്തിരി ഉപവസിച്ചതുവാ. ഇന്നലെ പരമാവധി മറ്റുള്ളവർക്ക് ഒരു സഹായമായിരുന്നു. പക്ഷെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ കരിന്തിരി പോലെയായി തിരിയുക, പുകയുമായിരുന്നു. പലപ്പോഴും നമ്മളും ചിന്തിച്ചിട്ടുണ്ട്, എത്ര നാൾ ഈ പുകഞ്ഞ് ജീവിക്കും, എത്ര നാൾ ഈ പുകഞ്ഞ് മുന്നോട്ട് പോകും, എത്ര നാള് മറ്റുള്ളവർക്ക് ഞാൻ ഭാരമാകും, എത്ര നാള് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പരിഹസിക്കപ്പെട്ട് ജീവിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ഇല്ല, ദൈവം എന്നും ഈ പുകയാൻ ദൈവം അനുവദിക്കത്തില്ല. മറ്റുള്ളവരൊക്കെ നീ കരിന്തിരി എഴിഞ്ഞ് അവസാനിക്കുമെന്ന് പറയുമ്പോഴും നീ മുൻപത്തെക്കാൾ കൂടുതൽ പ്രകാശിക്കുന്ന കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് കർത്താവിന്റെ വചനത്തിലൂടെ പറയുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തരികയാണ്. ഇയ്യോബിന്റെ ലൈഫിനെ കുറിച്ച് അവന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ എടുക്കണ്ട ഒരു പദം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇയ്യോബിന്റെ ജീവിതത്തിൽ മുൻപത്തേക്കാൾ പിൽക്കാലത്തെ അനുഭവം അനുഗ്രഹിക്കപ്പെട്ടു എന്ന്. മുൻകാലത്തേക്കാൾ അവന്റെ പിൽക്കാലത്തെ അനുഗ്രഹിച്ചു എന്ന്. ഇയ്യോബിന്റെ ലൈഫിലെ 2 കാലം ഉണ്ടായിരുന്നു, മുൻകാലവും അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു പിൽക്കാലവും. ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ ആത്മനിയോഗത്തോടെ ഞാൻ പറയുക, അനുഗ്രഹിക്കപ്പെട്ട ഒരു പിൽക്കാലം ശേഷിക്കുന്നുണ്ട്. ഇന്നലെ കത്തിയതിനേക്കാൾ കൂടുതൽ പ്രകാശിക്കാൻ ഒരു അനുഭവം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വെച്ച് അവസാനിക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഈ യോഗത്തിന് ഈ കയറുന്നതിന് മുമ്പ് പോലും ചോദിച്ചു വന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുക: കരിന്തിരി എഴിഞ്ഞ് അവസാനിക്കുവാൻ, പുകഞ്ഞ് അവസാനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നലത്തതിനേക്കാൾ കൂടുതൽ കത്തി ജ്വലിക്കുവാൻ, ഇന്നലത്തതിനേക്കാൾ കൂടുതൽ നല്ല റിസൾട്ട് മേടിക്കുവാൻ, ഇന്നലത്തതിനേക്കാൾ കൂടുതൽ നല്ല ഒരു ജീവിതം, നല്ല സമ്പാദ്യം, നല്ല ശമ്പളം മേടിക്കുവാൻ ദൈവം അനുവദിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ പറയുവാൻ കർത്താവിനോട് പറയുന്നു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നേ. യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ ഒരാളാണ് നമുക്കറിയാം, തോമസിന്റെ പ്രത്യേകത, പ്രിയരെ, അവിടെ തോമസിന്റെ പ്രത്യേകത, അപ്പോസ്തലന്മാരിൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലെ ഒരു യുക്തിവാദിയായിരുന്നു തോമസ്. ബാക്കി എല്ലാവരുടെയും പ്രത്യേകത നമ്മളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ വിശ്വസിക്കും, എന്നിട്ടേ കാണത്തുള്ളൂ. യേശു കർത്താവും അതാ പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പക്ഷെ നാട്ടുകാരെന്താ പറയുന്നത്? ഞങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യാം, വിശ്വസിക്കാമെന്നാ പറയുന്നത്. വിശ്വാസ ജീവിതത്തിന്റെ കാഴ്ച പിന്നിലും വിശ്വാസം മുമ്പിലുമാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വിശ്വസിച്ചാൽ കാണും. വിശ്വസിക്കുന്നവൻ കാണാതിരിക്കത്തില്ല. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെല്ലാം കൂടെ പേടിച്ച് ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക.
യഹൂദന്മാരെ പേടിച്ച്. കർത്താവ് ആ മുറിക്കകത്ത് വന്നപ്പോൾ അവരുടെ പേടി മാറി, അവർക്ക് സന്തോഷമായപ്പോൾ ആ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ യോഗത്തിനകത്ത് തോമസ് ഇല്ല. ചിലപ്പോഴൊക്കെ ഞാൻ ആ വാക്ക് വായിക്കുമ്പോൾ ഇരുന്ന് ചിരിക്കാറുണ്ട്. ഈ തോമസിന്റെ ഒരു പാരമ്പര്യമാണല്ലോ മലയാളി പെന്തക്കോസ്റ്റൽസിന് അല്ലെങ്കിൽ മലയാളി ക്രൈസ്തവർക്ക് പറയാനുള്ളത്. സെന്റ് തോമസ് വന്നിട്ടാണ് ഇവിടെ യുനോ ക്രിസ്തു മാർഗം ഉണ്ടായെന്നൊക്കെ ചരിത്രത്തിൽ ഒത്തിരി അതിനകത്ത് കോൺട്രവേഴ്സി ഉണ്ട്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ ഈ ഒരു ചിന്തയ്ക്ക് അനുകൂലമായിട്ട് ഞാനങ്ങ് പറയുക, തോമസ് വന്നു കേരളത്തിൽ ക്രൈസ്തവരുണ്ടായി. പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം തോമസിന്റെ ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. പല പാരമ്പര്യമുണ്ട്. അതിനകത്തൊരു പാരമ്പര്യമാ, യേശു ഉള്ള യോഗത്തിനകത്ത് ആരില്ലായിരുന്നു? തോമസ് ഇല്ലായിരുന്നു. അതുവരെയുള്ള എല്ലാ മീറ്റിങ്ങിനകത്തും തോമസ് ഉണ്ടായിരുന്നു. പക്ഷെ യേശു ഉള്ള യോഗത്തിനകത്ത് ആരും ഉണ്ടായില്ല, തോമസ് ഉണ്ട്. അത് മലയാളികളുടെ നമ്മളെയൊക്കെ ഒരു സ്വഭാവമാണ്. ബാക്കി എല്ലാ യോഗത്തിനും നമ്മളുണ്ട്. കുടുംബയോഗത്തിനുണ്ട്, ഗ്രാമസഭയ്ക്കുണ്ട്, കുടുംബശ്രീക്കുണ്ട്. പക്ഷെ യേശു ഉള്ള കൂട്ടായ്മയിൽ മാത്രം നമ്മൾ എന്തില്ല, നമ്മൾ ആബ്സെന്റാ. ഹല്ലേലൂയ. നിങ്ങളെ ശ്രദ്ധിച്ചോ? തോമസ് അവിടെ ഇല്ല. തോമസ് വന്നപ്പോൾ ഈ ബാക്കിയുള്ള ശിഷ്യന്മാരെല്ലാം കൂടെ കർത്താവിനോട്, ഈ തോമസിനോട് പറഞ്ഞു, യേശു ഞങ്ങൾക്ക് പ്രത്യക്ഷനായി, ഞങ്ങൾ യേശുവിന്റെ മഹത്വം കണ്ടു, തേജസ് കണ്ടു. അതുകൊണ്ടാണല്ലോ പത്രോസൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ഞങ്ങൾ അതിന്റെ തേജസ് കണ്ടെന്നൊക്കെ. ഇങ്ങനെ ബാക്കി ശിഷ്യന്മാരെല്ലാവരും, ബാക്കി 10 പേരും 11 പേരാ ഉണ്ടോ, ബാക്കി 10 പേരും പറയുക. പക്ഷെ തോമസിന് അത് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ പറ്റത്തില്ല. തോമസ് പറയുക, യേശുവിനെ കണ്ടിട്ടല്ല ഞാൻ എന്ത് ചെയ്യത്തില്ല, വിശ്വസിക്കത്തില്ല. എന്റെ പ്രിയരെ, 1ഉം 2ഉം അല്ല, നീണ്ട 8 ദിവസം എങ്ങനെ മുന്നോട്ട് പോവുക? ഒരു മുറിക്കകത്താ. ആ മുറിക്കകത്തുള്ള ആ ഡിവിഷൻ നിങ്ങൾ കണ്ടോ? 10 പേരും ഒറ്റക്കെട്ട്, ഒരുവൻ മാത്രം മാറി നിൽക്കുക. 10 പേർക്കും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് വന്നു, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹിമ, കർത്താവിന്റെ ശബ്ദം. അവര് പറയുക, നമ്മുടെ ഇടയിൽ കർത്താവ് ആയിരുന്നപ്പോൾ ഉള്ള കർത്താവല്ല ഇപ്പോൾ. ഇപ്പോൾ കർത്താവിന്റെ തേജസ് ഭയങ്കരമാണ്. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. പക്ഷെ തോമസ് മാത്രം മാറിയിരിക്കുക. അപ്പോൾ ബാക്കി ശിഷ്യന്മാർ തോമസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാണാം, അയ്യോ വിശ്വസിക്കാത്തവൻ, ഹല്ലേലൂയ, ഇനി ഇവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, സുവിശേഷ വേലയ്ക്ക് കൊള്ളത്തില്ല, ഇവനെ ഒരു പ്രയോജനമില്ല. ഞങ്ങൾ 10 പേരും കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ തോമസേ, നീ മുറി കൊണ്ട് അവസാനിക്കും. പക്ഷെ തോമസേ, നീ അവിശ്വാസിയായിട്ട് ലോകം അറിയപ്പെടും. തോമസേ, നീ എങ്ങും എത്താതെ അവസാനിക്കും എന്നൊക്കെ ബാക്കി ശിഷ്യന്മാര് പറയും. ഇതാര് കണ്ടു? തമ്പുരാൻ കണ്ടു. തമ്പുരാൻ കണ്ടതേ, ഇന്ന് ആ മുറിക്കകത്ത് പുകയുന്ന തോമസിനെ അല്ല, ഇന്ന് ആ മുറിക്കകത്ത് അവിശ്വാസിയായിരിക്കുന്ന തോമസിനെ അല്ല. കർത്താവ് കണ്ട തോമസ് എന്നത്തെ തോമസാന്നറിയാം? പണ്ട് ചില വർഷങ്ങൾക്ക് മുമ്പ്, എടുക്കണ്ട, വീട്ടിൽ പിന്നീട് വായിച്ചാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാമത്തെ വാക്യത്തില്, 11-ാം അധ്യായത്തിന്റെ ആ ചരിത്രം നമുക്കറിയാമല്ലോ. ലാസറിന്റെ കല്ലറയിൽ ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്ന 4 ദിവസം കഴിഞ്ഞ് ലാസറിന്റെ കല്ലറയിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ബാക്കി ശിഷ്യന്മാരെല്ലാം കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, വേണ്ട, പോകണ്ട. കാരണം എന്താ? അവര് ചെന്നാൽ അവര് നമ്മളെ കല്ലെറിയും, യഹൂദന്മാര് നമ്മളെ കല്ലെറിയും എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ പോലും നിരുത്സാഹപ്പെടുത്തിയപ്പോൾ തോമസ് ഒറ്റ നിലപാടെടുത്തു. എന്താ തോമസ് എടുത്ത നിലപാടെന്നറിയാവോ? തോമസ് അവിടെ പറയുന്നുണ്ട്, അവനോടുകൂടെ മരിക്കേണ്ടതിനും നമുക്ക് പോകാം. ഹല്ലേലൂയ. അപ്പോൾ ഇന്നലെ തോമസ് ആരായിരുന്നു? ബാക്കിയുള്ളവരെ ശക്തിപ്പെടുത്തിയവരാ. ബാക്കിയുള്ളവരെല്ലാം അല്പം പിന്മാറ്റത്തിൽ പോയപ്പോഴും തോമസ് പറയുക, ഇല്ലെന്നേ, മരിക്കേണ്ടി വന്നാലും നമുക്ക് പോകാം. ആ ഒരൊറ്റ വാക്ക് തോമസ് പറഞ്ഞപ്പോൾ ബാക്കി ശിഷ്യന്മാരെല്ലാം ചാർജായി. ബാക്കി ശിഷ്യന്മാരെല്ലാം, പിന്നെ ഒരു എതിർവാക്ക് അവിടെ ഉണ്ടായില്ല. മരിക്കേണ്ടി വന്നാലും കർത്താവിനോടുകൂടെ പോകാമെന്നൊരു തീരുമാനത്തിൽ എടുക്കാൻ അവരെത്താൻ കാരണം തോമസിന്റെ ഒരൊറ്റ വാക്കാ. എന്നാൽ ഇപ്പോഴോ, ഇന്നലെ ഒത്തിരി പേരെ ചാർജ് ചെയ്തവൻ, ഇന്നലെ ഒത്തിരി പേരെ നേടിയവൻ, ഇന്നലെ അത്ഭുതങ്ങൾ ചുമന്നവൻ, ഇന്നലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തവൻ, ഇന്നെന്ത് പറ്റിപ്പോയി? ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല, പുകയുക. ഹല്ലേലൂയ. വേണ്ടുന്ന പോലെ പ്രയോജനം പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനെ കൊണ്ട് പറ്റുന്നില്ല, സുവിശേഷം പറയാനെ കൊണ്ട് പറ്റുന്നില്ല, ജീവിതത്തിൽ എവിടേക്കെയോ പുകയുക. ഞാനിത് തോമസിന്റെ കാര്യമല്ല പറയുന്നത്, എന്നെ കേൾക്കുന്ന ദൈവജനത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ഈ ദൂത് എന്നോട് പറയാൻ പരിശുദ്ധാത്മാവ് പറയത്തില്ല. ഹല്ലേലൂയ. ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്തു കർത്താവേ,
ഇന്നലെ ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി ഇടിവിൽ നിന്നു. ഞാൻ ഇടിവിൽ നിന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷെ ഞാനിപ്പോൾ പുകയുമായിരുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, 8ാമത്തെ ദിവസം കർത്താവ് ആ മുറിക്കകത്ത് ഇറങ്ങി വന്നു. എന്നിട്ട് തോമസിനോട് പറയുക, തോമസേ, എന്റെ വിലാപ്പുറത്തൊന്ന് വിരലിട്ടെ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ട്, തമ്പുരാനെ, അങ്ങക്ക് വേദനിക്കത്തില്ലേ? തോമസ് അങ്ങയുടെ ആ മുറിവിനകത്തോട്ട് വിരലിടുമ്പോൾ കർത്താവ് എന്താ നമ്മളോട് പറയുന്നത് അറിയാവോ? എന്റെ വേദനയേക്കാൾ എനിക്ക് വലുതാ തോമസിന്റെ മാനസാന്തരം. എന്റെ വേദനയേക്കാൾ എനിക്ക് വലുതാ തോമസിന്റെ മടങ്ങി വരവ്. ഞാൻ വേദനിക്കുന്നതൊന്നും പോട്ടെ, എനിക്ക് അവനെ തിരിച്ചു കൊണ്ടുവരണം. ഇന്നലെ അവൻ ആരായിരുന്നു? എനിക്ക് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെട്ടതാ, ഒത്തിരി പേരെ നേടിയതാ. അവന്റെ വാക്ക് എനിക്കൊരു അനുഗ്രഹമായിരുന്നു, എന്റെ വേലക്കാർക്ക് അവനൊരു അനുഗ്രഹമായിരുന്നു. എന്നാൽ ഇപ്പോഴോ, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ നിമിത്തം, സമ്മർദ്ദങ്ങൾ നിമിത്തം അവനിരുന്ന് പുകയുക. ഇല്ല, എനിക്ക് അവനെ തിരിച്ചു കൊണ്ടുവരണം. തമ്പുരാന്റെ വേദനയേക്കാൾ വലുതാ നമ്മുടെ മടങ്ങി വരൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ, തോമസിനെ ആ മുറിക്കകത്ത് വെച്ച് കർത്താവ് ചാർജ് ചെയ്തു. കർത്താവ് കത്തിച്ചു. കർത്താവ് കത്തിച്ചപ്പോൾ പിന്നീട് നമുക്ക് തോമസിനെ ഭൂഖണ്ഡങ്ങൾ കഴിഞ്ഞ് ഇന്ത്യയിൽ വരെ വന്നെന്ന് ചരിത്രം പറയുന്നെങ്കിൽ, ഹല്ലേലൂയ, പ്രിയരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം ഒരുവനെ ഒന്ന് തൊട്ടാൽ, ദൈവം ഒരുവനെ ഒന്ന് പ്രകാശിച്ചാൽ, ലോകം പറഞ്ഞു, ബാക്കി സഹ ശിഷ്യന്മാര് പറഞ്ഞു, സഹപ്രവർത്തകര് പറഞ്ഞു, കുടുംബക്കാര് പറഞ്ഞു, തോമസിനെ ഇനി ഒന്നിനും കൊള്ളത്തില്ലെന്ന്. തോമസ് പോലും ചിന്തിച്ചു, ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. ഇല്ല കേട്ടോ, നിന്റെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത, നിന്റെ വഴികളല്ല തമ്പുരാന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ആ മുറി കൊണ്ട് നീ അവസാനിക്കുമെന്ന് വിചാരിച്ചോ തോമസേ? ആ അവിശ്വാസം കൊണ്ട് നീ അവസാനിച്ചെന്ന് വിചാരിച്ചോ തോമസേ? ഹല്ലേലൂയ. ആ ഒരു ആ മണ്ടത്തരം നീ ചെയ്തത് കൊണ്ട് ദൈവം നിന്നെ കൈവിട്ടെന്ന് വിചാരിച്ചോ? ഹല്ലേലൂയ. തമ്പുരാൻ എന്താ